ദുബായിലെ റിയൽ എസ്റ്റേറ്റുകാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വരുന്ന 5 പോസ്റ്റിൽ 3 ശരിക്കും റിയൽ എസ്റ്റേറ്റുകാരുടെ പോസ്റ്റാണ്. അപ്പോൾ പുറത്തുനിന്നുള്ളവരുടെ ഒരു ധാരണ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കൾച്ചർ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആർക്കും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് നമ്മുടെ നാട്ടിൽ കണക്കാക്കാറുള്ളത്. പക്ഷേ ദുബായിലേക്ക് വരുന്ന സമയത്ത്, ഇത്രയും റിയൽ എസ്റ്റേറ്റ് ബൂം സംഭവിക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനൊരു രസകരമായ മറുപടി പറയാം. നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് അറിയാനാണ്. ഉം. നാട്ടിലെ ഈ ബ്രോക്കർ, ഉം. കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര പുച്ഛ മനോഭാവത്തോട് കൂടിയിട്ട് കാണുന്നൊരു വാക്കുകളാണ് കാണുന്നത്. സത്യം. അതെ, അതെ. ഞാൻ ബ്രോക്കറാന്ന് പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം, ഇവിടെ സത്യം. ഉം. ഏറ്റവും അഭിമാനത്തോട് പറയുന്ന സാധനമാണ്, ഞാൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, അതെ. ഞാൻ എന്റെ കമ്മീഷൻ ഇത്ര. കമ്മീഷൻ ബേസ് ഇത്രയും വരുന്നുണ്ട്. അത് ഭയങ്കര അക്സെപ്റ്റബിൾ ആണ് ഇവിടെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതാണ് ഫസ്റ്റത്തെ മോട്ടിവേഷൻ. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പേരുണ്ട് കോമ്പറ്റീഷൻ. ആ വാക്കില് വലിയ പ്രസക്തി ഇല്ല. ഇനിയും വലിയ സാധ്യതകൾ തുറന്നെടുക്കാൻ ഒരു ഒറ്റ പ്രൊജക്റ്റില് 2000 വില്ലകൾ വരികയാണ്. അതെ, അതെ. ഓക്കെ, പിന്നെ അതിന്റെ ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത്. ഞാൻ ഒരേ ഒരു ഡെവലപ്പറുടെ കാര്യം പറയാം. അതെ. അപ്പോ അങ്ങനെയുള്ള നൂറുകണക്കിന് ഡെവലപ്പേഴ്സാണ്, അതുപോലെ നൂറുകണക്കിന് പ്രൊജക്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നത്. സത്യം. കഴിഞ്ഞ ദിവസം മറ്റേ ഗവൺമെന്റ് പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇത്തരത്തിൽ ഈ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള, അതായത് ബഡ്ജറ്റ് ബേസ്ഡ് രീതിയിൽ താമസിക്കാൻ പറ്റുന്ന വില്ലാസിന്റെ ഒരു വലിയ ക്ലസ്റ്റർ തന്നെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുന്നു. ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അവിടെ ഇതിന് റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകള് ഭയങ്കരമായിട്ട് പിന്നെ ഇനിയും ഉണ്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായും. അതുപോലെ തന്നെ ആ മേഖലയിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ഇപ്പം യു എയിൽ വന്നു കഴിഞ്ഞാൽ, പണ്ടാണെങ്കിൽ യു എ നാഷണൽ ഇല്ലാതെ റിയൽ എസ്റ്റേറ്റ് ഒരു ബ്രോക്കർ കമ്പനി തുടങ്ങാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓപ്പൺ ആക്കി തന്നിരിക്കാം. നമുക്ക് നമ്മുടെ പേരിൽ 100% ഓണർഷിപ്പിൽ റിറ അപ്രൂവലോട് കൂടിയിട്ട് നമുക്ക് ലൈസൻസ് ഉണ്ടാക്കാം. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ അല്ലെങ്കിൽ ബൈയിങ് സെല്ലിങ് അങ്ങനെ തുടങ്ങി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നാട്ടിലെ ഒരു ഡെവലപ്പർ ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ട്സുകളൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് റിയൽ എസ്റ്റേറ്റ് എക്സിബിഷൻ ഓർഗനൈസിംഗ് എന്ന് വരെ ആക്ടിവിറ്റി ഉണ്ട്. ഇനി നാട്ടില് ഡെവലപ്പേഴ്സിന്, ഞാൻ നാട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, നാട്ടിലെ ഡെവലപ്പർ ആണെങ്കിൽ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇവിടെ റിറ അംഗീകാരത്തോടു കൂടി വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാം നാട്ടിലേക്ക്. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇനി യു എയിലേക്ക് ഇവിടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്ററെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. അത് ലീഗലി അല്ല ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് RBI ത്രൂ ക്യാഷുകൾ വരുന്നത്. അപ്പം വലിയൊരു സാധ്യത ഇനിയുണ്ട്. റിയൽ എസ്റ്റേറ്റിലുണ്ട്. കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റില് ആളുകളുടെ ഒരു ധാരണയാണ് ഇനി അവിടെ സാധ്യത ഇല്ല എന്നുള്ളത്. അതെ. അല്ല, പൊതുവെ ഇപ്പോൾ വരുന്നൊരു എക്സ്ട്രാ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന പോലെ അനായാസേന ഇതിൽ ഈ പറയുന്ന പോലെ സിംപ്ലി നമുക്ക് മുന്നിൽ ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻസ് വഴി കിട്ടിയ ഒരു പ്രൊജക്റ്റിനെ പോയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂർത്തിയാക്കേണ്ട സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മുടെ ബിസിനസ് സെറ്റപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. അതൊരു ലൈസൻസ്, അത് രാജ്യത്തിന്റെ നിയമപ്രകാരമുള്ള ലൈസൻസ് എടുക്കുന്നു, നിങ്ങൾ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നു. പക്ഷെ ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യുന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയൽ എസ്റ്റേറ്റിന്റെ ലൈസൻസ് ഉണ്ടാക്കാനും ഭയങ്കര എൻക്വയറീസ് ആണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് റിറ അപ്രൂവൽ എടുക്കാൻ ഒരാളെ വെച്ചിരിക്കുകയാണ്. അത്രയും എൻക്വയറീസ് ഉണ്ടായതുകൊണ്ട്. അല്ല, നമുക്കിപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ദുബായിൽ തന്നെ മെയിൻലാൻഡിൽ പല കമ്പനീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പൊതുധാരണ പലയിടത്തുള്ളത്, റിയൽ എസ്റ്റേറ്റ് ഇനിഷ്യലി ഒരു പാർട്ട് ടൈം ജോബ് എന്ന നിലയിൽ അറിയപ്പെട്ട് തുടങ്ങിയ ഒരു ജോലിയായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ഒരു സാധ്യത വലുതായതനുസരിച്ച് അതിനൊരു മെയിൻ ജോബായി കൺസിഡർ ചെയ്ത് അതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യലി നമുക്കൊരു കമ്പനി സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിലവിൽ മറ്റൊരു ജോലി നിൽക്കുന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ സാധ്യമാവുന്ന കാര്യമാണല്ലോ. നിലവിൽ മറ്റൊരു ജോലി നിൽക്കുന്ന ആളാണെങ്കിലും സാധിക്കും. പക്ഷെ അവർ ഒരു NOC ഒബ്റ്റെയിൻ ചെയ്യണം. അതായത് നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. മെയിൻലാൻഡിലാണല്ലോ ശരിക്കും നമുക്ക് ഈ ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഫ്രീ സോൺസിൽ നമ്മൾ ഈ ലൈസൻസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടക്കില്ല. റിറയുമായി ബന്ധപ്പെട്ട അപ്രൂവൽ എടുത്തുകൊണ്ട് തന്നെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NOC നമുക്ക് നിർബന്ധമാണ്. ഇനി ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഫ്രീ സോൺസിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിലെ ആക്ടിവിറ്റീസ് ഒക്കെ വന്നേക്കാം. ആ സമയത്ത് ഒരു പക്ഷേ നമുക്ക് പിന്നെ ഈ NOC ഒക്കെ ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കില്ല.